നമസ്കാരം. ഈ കേരളത്തിൻ്റെ ഒരു വിപത്താണ് കമ്മ്യൂണിസം. പ്രത്യേകിച്ച് ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായ SFIയും DYFIയും. DYFIയുടെ സമരമുറകളെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരാണ് SFIക്കാർ. യുവജന പ്രസ്ഥാനമായ DYFIയും അതുതന്നെയാണ്. പോലീസിനെ ആക്രമിക്കാനും മറ്റുള്ളവരെ വെല്ലുവിളിക്കാനും തല്ലാനും തല്ലിക്കൊല്ലാനും റാഗിംഗ് നടത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും ഒന്നും ഇവർക്കൊന്നും യാതൊരു മടിയുമില്ല, മനസാക്ഷിയുമില്ല. ആ തരത്തിലാണ് SFIക്കാരുടെ പ്രവർത്തനം. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സമരങ്ങളെന്ന പേരിൽ വളരെയധികം അക്രമങ്ങളാണ് SFIക്കാരും DYFIക്കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പട്ടി പെറ്റു എന്ന് കേട്ടാൽ അതിലും ഒരു സമരത്തിന് ഉള്ള സ്കോപ്പ് കണ്ടെത്തും ഈ DYFIക്കാരും SFIക്കാരും ഒക്കെ. ആ ഒരു സ്ഥിതിയാണ്. അതായത് തങ്ങളിവിടെ ഉണ്ട്, തങ്ങളുടെ പാർട്ടി അസ്തമിച്ചിട്ടില്ല, തങ്ങളുടെ പാർട്ടിക്ക് ഇപ്പോഴും വലിയ ശക്തിയുണ്ട്, ഞങ്ങളെ എല്ലാവരും ഭയക്കണം എന്നൊക്കെയുള്ള ഒരു ധാരണയോടുകൂടിയാണ് ഇവരുടെയൊക്കെ ഈ ഒരു അക്രമ സ്വഭാവത്തോടു കൂടിയുള്ള സമരമുറകൾ അരങ്ങേറുന്നത്. ഇത് വലിയ രീതിയിലുള്ള ദോഷമാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾ ഇവർ എങ്ങനെയായിരുന്നു ഭരിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവരുടെ ഒരു സമരമുറകളുമൊക്കെ നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധി കാലഘട്ടമാണ്. പോലീസിനെ പോലും കയ്യേറ്റം ചെയ്യാൻ ഇവർ മടിക്കാറില്ല. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ഒരു നിതിൻ പുല്ലൻ എന്ന് പറയുന്ന ഒരു SFI ഗുണ്ട, അവനിപ്പോൾ അങ്കമാലി നഗരസഭാംഗമാണ്. ഈ SFI ഗുണ്ട പൊതുനിരത്തിലിട്ട് പോലീസ് ജീപ്പ് തല്ലി തകർത്തു. അന്ന് അവിടെ ആർജവമുള്ള ഒരു ACP ഉണ്ടായിരുന്നു, അജിത ബീഗം. അവരുടെ ഒരൊറ്റ കഴിവ് കൊണ്ടാണ് അവനെ കാപ്പ ചുമത്തി നാട് കടത്തിയത്. പിന്നീട് അവൻ അവിടെ മത്സരിച്ച് ജയിച്ച് ഇപ്പോൾ അങ്കമാലി നഗരസഭാംഗമായി. അന്ന് ഇവനെ പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് CPM ഗുണ്ടകളാണ്. അതിനുശേഷം ഇവനെ പോലീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഹസൻ മുബാറക് എന്ന് പറയുന്ന ഒരു SFI ഒരു ക്രിമിനലിൻ്റെ നേതൃത്വത്തിൽ പോലീസിനെ ആ സ്റ്റേഷനിലെ SIയെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രവർത്തന ശൈലി. പക്ഷേ ABVPയോ KSEയോ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളോ ഒന്നും ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ കേപ്പ് IHRD ഫീസ് വർധന പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകരെ പിരിച്ചുവിടാനായി പോലീസ് ലാത്തിവീശി. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 3 പോലീസുകാർക്കും 10 SFIക്കാർക്കുമാണ് പരിക്കേറ്റത്. ഈ പോലീസിനെ ആക്രമിക്കാൻ വരുമ്പോൾ അവർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവർ തിരിച്ചതിനെ പ്രതിരോധിക്കും. എങ്കിലും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെയാണ് 3 പേർക്ക് പരിക്കേറ്റത്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിൽ പ്രകോപിതരായിട്ടാണ് പ്രവർത്തകർ കെട്ടിവെച്ചിരുന്ന ബാരിക്കേഡ് തള്ളിമറിച്ചിട്ടത്. പോലീസുമായി പ്രവർത്തകർ പലതവണ ഉന്തും തള്ളുമുണ്ടായി. AG's ഓഫീസിന് മുന്നിലായി INTUC സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് കട്ടൗട്ട് SFI പ്രവർത്തകർ വലിച്ചു കീറിയതോടെ പോലീസ് ലാത്തി വീശി. ഇതിനിടയിൽ പോലീസ് വാനിൻ്റെ വശത്തുള്ള ഗ്ലാസ് തകർന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസ്, CPM ജില്ലാ സെക്രട്ടറി V ജോയി എന്നിവരൊക്കെ സ്ഥലത്തെത്തി ലാത്തിയും ഷീൽഡും ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ തലയിലും കഴുത്തിലും അടക്കം മർദ്ദിച്ചതായി SFIക്കാർ ആരോപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPIയും AIYFും നടത്തിയ മാർച്ചിനിടയിൽ ജലപീരങ്കിയിൽ നിന്ന് മാലിന്യ ജലം ചീറ്റിച്ചു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമുണ്ടായി. അത് കുപ്പിയിൽ ആ വെള്ളവും ശേഖരിച്ചു കൊണ്ടുവന്നായിരുന്നു പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ നിയമസഭയിൽ നിറഞ്ഞാടിയത്. പക്ഷേ അതും പൊളിഞ്ഞു. ഗട്ടറിൽ നിന്ന് മലിനജലം കോരിയെടുക്കുന്ന കമ്മിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചതോടെ അതും പൊളിഞ്ഞു. ഇന്നലെ ബ്ലേഡ് വിവാദമുണ്ടായി. സമരത്തിനിടയിൽ റോഡിൽ നിന്ന് ഒട്ടേറെ ബ്ലേഡുകളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പോലീസിനെ ആക്രമിക്കാൻ SFI പ്രവർത്തകർ കരുതിയ ബ്ലേഡുകളാണ് ഇതെന്നാണ് പോലീസിൻ്റെ ആരോപണം. ആ ആരോപണത്തെ മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ. എന്നാൽ SFIക്കാർ പറയുന്നത് പോലീസാണ് ബ്ലേഡ് കൊണ്ട് പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നാണ്. ഇപ്പോൾ പോലീസ് വാഹനം തകർക്കൽ, പോലീസുകാരെ പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി SFI പ്രവർത്തകരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇപ്പോൾ കണ്ടോൺമെൻറ്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസ് ഒരു കാരണവശാലും ഇത്തരത്തിൽ ബ്ലേഡ് കൊണ്ടുവന്ന് പ്രവർത്തകരെ ആക്രമിക്കില്ല. അങ്ങനെ ആക്രമിക്കുമായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തായിരിക്കണമായിരുന്നു. കാരണം പിണറായി വിജയൻ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുകയും കിടക്കാൻ പറയുമ്പോൾ കിടന്ന് 4 റൗണ്ട് ഉരുളുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ ശിങ്കിടികളായ, പിണറായി വിജയന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള പോലീസുകാർ ഉള്ളപ്പോൾ പോലും ഇത്തരത്തിലുള്ള ബ്ലേഡ് ആക്രമണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്ലേഡ് ആക്രമണം ആസൂത്രിതമായി ഈ SFI തെമ്മാടികൾ കാണിച്ചു കൂട്ടിയതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്കാണ്, അതുവഴി പോകേണ്ട ആളുകൾക്കാണ് ബുദ്ധിമുട്ട്. ഇത് ഞങ്ങൾ തന്നെ മുമ്പ് പലതവണ പറഞ്ഞതാണ്.
കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും അവരെ നേരാം വണ്ണം സ്വസ്ഥതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഭരിക്കാൻ സമ്മതിക്കാതെ ഈ തെമ്മാടികൾ ചെങ്കോണവും കുത്തിക്കൊണ്ടുവന്ന് സമരം നടത്തി ജനങ്ങളെ പെരുവഴിയിലാക്കുമെന്ന് അതുതന്നെ സംഭവിച്ചു. ഇത് കൈകാര്യം ചെയ്യേണ്ട ജനങ്ങളാണ്. ഇവനെയൊക്കെ ഈ പഠിക്കാനെന്ന് പറഞ്ഞു വിടുന്ന ഇവൻ്റെയൊക്കെ അച്ഛനും അമ്മയുമെങ്കിലും ഒരു ദയവ് കേരളത്തിലെ പൊതുസമൂഹത്തോട് കാണിക്കണം. കാരണം ഇല്ലെങ്കിൽ ജനം സഹികെട്ടിരിക്കുകയാണ്. ഇവനൊക്കെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങളുടെ വീട്ടുകാർക്കുണ്ടോ? ഈ SFI എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾ അച്ഛനും അമ്മയും ചിന്തിച്ചു നോക്കൂ. എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു ചെറിയ പ്രയോജനം നിങ്ങൾ വീട്ടുകാർക്കുണ്ടോ? ഉണ്ടാകില്ല. കാരണം ഇവരൊക്കെ സമൂഹത്തിൻ്റെ നാശമാണ്. എങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാം, എങ്ങനെയൊക്കെ ഈ നാട്ടിൽ അശാന്തി ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ ഇവിടെ ഒരു അക്രമം ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ ക്ലാസ്സിൽ കയറാതിരിക്കാം. എന്തൊരു ഗതികെട്ടവന്മാരാണ് ഇവനൊക്കെ ഒന്ന് ഓർക്കണം. എന്തിനും ഏതിനും സമരം. PM ശ്രീക്ക് സമരം. എന്താണ് PM ശ്രീ എന്ന് ചോദിച്ചാൽ ഈ മരക്കഴുതകൾക്ക് അറിയില്ല. ഇവനൊക്കെ ആകെ അറിയാവുന്നത് അക്രമമാണ്. ഈ ജോയിയും റിയാസും ഒക്കെ പറയുന്നത് കേട്ട് തുള്ളാൻ നടക്കുകയാണ് ഈ തെമ്മാടി കൂട്ടങ്ങൾ. ഇവനൊക്കെ പറഞ്ഞത് കേട്ട് തുള്ളാൻ പോയ 26 എണ്ണമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജയിലിൽ കിടക്കുന്നത്. അതിൽ ഒരുത്തന് ജാമ്യം കിട്ടി, ഒരുത്തന് ഇന്നലെ ജാമ്യം കിട്ടി. ഇവനൊക്കെ ഇനി എത്ര കാലം കേസ് പറയണം? ഇവനൊക്കെ പടച്ചുണ്ടാക്കി ഇങ്ങോട്ട് അയക്കുന്ന ഈ അച്ഛനമ്മമാരെങ്കിലും ഒരു ദയവ് കേരളത്തിലെ പൊതുസമൂഹത്തോട് കാണിക്കണം. കാരണം പോലീസിനും സഹികെട്ടിരിക്കുകയാണ്. പോലീസിന് ഇവിടെ ഒരുപാട് ജോലികൾ വേറെയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കേണ്ടി വന്ന പോലീസിന് അവരുടെ ഒരു ആർജവം പ്രകടിപ്പിക്കാനും അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ചെയ്യാനുമുള്ള ഒരു സമയമെങ്കിലും കൊടുക്കണം. ഈ മരക്കഴുതകളുടെ പിന്നാലെ പോയി ഇവനെയൊക്കെ അടിച്ചണ്ടം കീറുകയല്ല പോലീസിൻ്റെ പണി. ഇനി പോലീസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇവനെയൊക്കെ മുട്ടുകാലടിച്ച് തല്ലി ഒടിച്ചിടുക. കാരണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ തലതിരിഞ്ഞു പോയ ഒരെണ്ണം ഉണ്ടായാലും നമ്മളൊക്കെ ഈ രീതിയിൽ തന്നെ പെരുമാറും. അതേ രീതിയിൽ ഇവനോടൊക്കെ പെരുമാറുക. ഇവൻ്റെയൊക്കെ മുട്ടുകാല് അടിച്ച് തല്ലി ഒടിച്ചിടുക. എന്നാൽ മാത്രമേ ഈ കേരളത്തിൽ ഇവനൊക്കെ വളർന്നു വന്നാൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ, കൗമാരക്കാരായിരിക്കുമ്പോൾ തന്നെ ഇവരൊക്കെ ഇത്തരത്തിലുള്ള അക്രമവാസന പ്രകടിപ്പിച്ചാൽ ഇവരൊന്ന് യുവാക്കളാകുമ്പോഴോ മുതിർന്ന പൗരന്മാരാകുമ്പോഴോ ഇവരുടെ ഒരു സ്വഭാവം എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരക്കാരെ കൊണ്ട് ഈ സമൂഹത്തിനോ ഈ തലമുറയ്ക്കോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പോലീസുകാരോടാണ്. നിങ്ങളെ ഈ കേരളത്തിലെ പൊതുസമൂഹം നിങ്ങളോടൊപ്പം നിൽക്കും. അടിച്ചവൻ്റെയൊക്കെ കാലിൻ്റെ മുട്ട് തകർക്കുക. ഇനിയുള്ള കുറേ കാലമെങ്കിലും പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് എഴഞ്ഞു നടക്കുക. അവൻ്റെയൊക്കെ ഇവർ പഠിക്കാനല്ല വരുന്നത്. ഈ പഠിക്കാൻ വരുന്നവരാരെങ്കിലും ഇത്തരത്തിൽ പ്രവർത്തിക്കുമോ? ഇതാണോ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം? ഇങ്ങനെയാണോ ഒരു വിദ്യാർത്ഥി സമരം ചെയ്യേണ്ടത്? ഇത്തരത്തിൽ കൗമാരപ്രായത്തിൽ തന്നെ അക്രമവാസന പ്രകടിപ്പിക്കുന്നവൻ വളർന്നു വരുമ്പോൾ ഏത് രീതിയിലുള്ള ക്രിമിനലുകളായിത്തീരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. SFIയിൽ പ്രവർത്തിച്ച ഈ അടുത്ത കാലത്തായി, പണ്ട് SFIയിൽ പ്രവർത്തിച്ചവരാണ് ഈ MI ബേബി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ വകതിരിവ് എത്രയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം വന്ന SFIക്കാർ, ഈ ആർഷോ, അങ്ങനെയുള്ള കുറേ പേരെ നിങ്ങൾ എടുത്തു നോക്കൂ. ആരെങ്കിലും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ ജീവിതത്തിൽ? എത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അക്രമം, ഭീഷണി, വെല്ലുവിളി, തല്ലുകൊള്ളൽ ഇതാണ് അവരുടെ രീതി. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ പോലീസുകാരോടും ഇവനെയൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന അവരുടെ അച്ഛനമ്മമാരോടുമാണ്. ഇവരെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ്. ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ആ ജോലി ഏറ്റെടുക്കേണ്ടി വരും. അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്.